അല്ല ദിശേ സത്യത്തിൽ എന്നാ സംഭവം ഉച്ച ഭക്ഷണമാണ് ഇത് നാട്ടുകാരും കൂടെ കാണിച്ചിട്ട് ഓരോ കൂടെ ഇടങ്ങാറാക്കണം ഇനി സത്യത്തിൽ എന്താ ഈ ഐറ്റംസ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ നല്ല ആരോഗ്യകരമായിരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ലഞ്ച്. ആരോഗ്യകരമായിരിക്കുന്ന ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് ഒരു അസുഖം ഒന്നും ഇല്ലാത്ത സമയത്ത് എല്ലാ സമയത്ത് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുക, അത് എല്ലാ ഇതും അടങ്ങിയിട്ടുള്ളത് അല്ലെ, എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്, ശരീരത്തിന് ആവശ്യമുള്ള. നമുക്കത് വിശദമായിട്ട് പറയാൻ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? മെയിനായിട്ട് നമ്മുടെ മട്ട അരിയുടെ ചോറ്, പിന്നെ ചെറുപയർ കറി, ചീര ഉപ്പേരി, സാമ്പാർ അതായത് പച്ചക്കറി കഷ്ണങ്ങൾ അല്ലേ, അതുപോലെ തന്നെ ഇതൊരു മോരുകറി, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടെ നോൺ വെജ് ഒന്നും വേണ്ടേ? നോൺ വെജ് ഇന്ന് വാങ്ങിയിട്ടില്ല, അതുകൊണ്ടില്ല. നോൺ വെജ് ഇവിടെ ദിവസം തരുള്ളൂ. നോൺ വെജ് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം തന്നാലേ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവാറുള്ളൂ. നമുക്ക് അത് മാക്സിമം കറി വെച്ച് കഴിക്കാനാണ് പറയാറല്ലേ, അതായത് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ളത് മാക്സിമം കുറക്കാൻ പറയാറുണ്ട്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം കിട്ടിയാൽ ഭാഗ്യം. പിന്നെ ഞാൻ പുറത്തെല്ലാം പോകുമ്പോൾ ഇടുന്ന കിട്ടി അടിച്ച് ചാമ്പുകയും ചെയ്യും ഞാൻ അല്ലേ. അതുകൊണ്ട് ദിവസമാഴ്ച നമുക്കൊന്നും വലിയ കുഴപ്പമൊന്നും ആരോഗ്യകരമായിട്ട് കുഴപ്പമൊന്നും ഇതുവരെ ഇല്ല, അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ദിശ ആയുർവേദ ഡയറ്റായിട്ട് ഇതിനെ പറയാൻ പറ്റുമോ? അതായത് പ്രത്യേക അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇതായിരിക്കും എന്നർത്ഥം അല്ലേ? അസുഖത്തിനനുസരിച്ചിട്ട് നമ്മൾ ഡയറ്റ് മാറും. ശരിക്കും ഒരു ഫുഡ് സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല. ഇത് നല്ലത്, ഇത് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. അത് നമുക്കൊരു ഇത് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇത് പ്രിഫർ ചെയ്യാൻ പറ്റുമോ? മീൻസ് അല്ല, നമുക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത് കഴിക്കാം. ഇത് കഴിക്കാം. ഇതിന്റെ കൂടെ നോൺ വെജ് കൂടി ചേർത്താൽ മതി ആവശ്യമുള്ള ആഴ്ചയിൽ 1-2 ദിവസം നോൺ വെജ് ചേർക്കാം. പിന്നെ ഇപ്പോ ഇന്ന് ഉണ്ടാക്കിയത് ഇപ്പൊ ചേനയാണ്. ചേന തന്നെ അല്ല, നമുക്ക് പല പച്ചക്കറികളും മാറി മാറി ഉപയോഗിക്കാം. ഇപ്പൊ സാമ്പാറിന് പകരം അവിയൽ ഉണ്ടാക്കാം. അങ്ങനെ ഓരോ ദിവസം മാറി മാറി ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ദിവസം വേണ്ട എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയാന്നുള്ളത്? ഇതിപ്പോ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടി. കാർബോഹൈഡ്രേറ്റ് ചോറിൽ അല്ലേ? ചോറില് ചെറുപയറ് നമുക്ക് പ്രോട്ടീൻ, ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നമുക്ക് ചെറുപയറ്, അതുപോലെ നോൺ വെജിലൊക്കെ പ്രോട്ടീൻ നമുക്ക് കിട്ടും. പിന്നെ നമ്മളുടെ ഇലക്കറികളിൽ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടും. പിന്നെ സാമ്പാറിൽ നമ്മൾ പരിപ്പ് ചേർക്കുന്നുണ്ട്, അതിലും പ്രോട്ടീൻ ഉണ്ട്. പിന്നെ പച്ചക്കറികളിൽ നിന്ന് നമുക്ക് എല്ലാ പോഷക ഘടകങ്ങളും കിട്ടും, വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടും. പിന്നെ അതിൽ തേങ്ങ ചേർത്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഹെൽത്തി ഫാറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ മോരൊഴിച്ച കറി, അപ്പം മോര് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്നും മോരിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക് അതുപോലെയുള്ള പല ഘടകങ്ങളും നമുക്ക് കിട്ടും. ഇതൊക്കെ പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന കറികളാണ്, ഒരു ഡയറ്റാണ്. അസുഖമുള്ളവർക്ക് ഇത് ഒഴിവാക്കണം, അൺഹെൽത്തിയാണ്. അപ്പൊ നമുക്ക് ഒന്നിനെയും ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, ജനറലൈസ് കണ്ടീഷൻ അനുസരിച്ച് ഫുഡ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അസുഖം ഉണ്ടെങ്കിൽ, ഒരാൾക്ക് ഉദാഹരണത്തിന് പനി ഉണ്ടെങ്കിൽ ഇതിലുള്ള ആകെ കഴിക്കാൻ പറ്റുന്നത് ഒന്ന് കഞ്ഞി, മട്ടയരിയുടെ കഞ്ഞി. പിന്നെ നമുക്ക് ചെറുപയര് യൂസ് ചെയ്യാം. ചെറുപയറിൽ തേങ്ങയും എണ്ണയും ഉപയോഗിക്കരുത്. ഞങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തേങ്ങ ചേർത്തു. അസുഖം ഉണ്ടെങ്കിൽ തേങ്ങ ചേർക്കരുത്. അപ്പൊ അത് ശ്രദ്ധിച്ച് കഴിക്കാം. അപ്പൊ വേറൊരു കാര്യം ചോദിക്കാനുള്ള, അപ്പൊ ഈ ക്വാണ്ടിറ്റി എങ്ങനെയാ? ചില ആൾക്കാരെ പറഞ്ഞേക്കാം 1 കപ്പ് അല്ലെ 2 കപ്പ് എന്നൊക്കെ പറയുന്നേക്കാം. അപ്പൊ ക്വാണ്ടിറ്റി എങ്ങനെയാ നമ്മൾ നിശ്ചയിക്കുക? ഒരാൾക്ക് ക്വാണ്ടിറ്റി നമ്മളെ വിശപ്പിനനുസരിച്ചിട്ടാണ്. കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറക്കുക, ചോറ് കുറക്കുക. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് വിശപ്പ് മാറി കഴിക്കാം, എല്ലാം കൂടി ചേർത്തിട്ട്. ഇപ്പൊ നമ്മള് ചോറും ചെറുപയർ കറി ബാക്കിയുള്ള കറികളൊക്കെ ചേർത്തിട്ട് നമുക്ക് വിശപ്പ് മാറണം. അതില് ചോറ് നമ്മൾ പരമാവധി കുറക്കുക. നമുക്ക് ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റ്, അത് കംപ്ലീറ്റ് ഒഴിവാക്കണം എന്നല്ല, എല്ലാം നമുക്ക് ആവശ്യം തന്നെയാണ്. പക്ഷെ കൂടുതൽ ആൾക്കാരും കാണാൻ ചോറ് നല്ലോണം ഹെവി ആയിട്ട് എടുക്കും, ഉപ്പേരിയും കറികളൊക്കെ വളരെ കുറച്ചാൽ കഴിക്കുള്ളൂ. അത് നേരെ ഓപ്പോസിറ്റ് ആക്കും അല്ലേ? അതായത് ചോറ് കുറച്ചിട്ട് മറ്റുള്ള ഉപ്പേരി അതുപോലെ തന്നെ കറികളൊക്കെ കുറച്ച് കൂട്ടി കഴിക്കുക. ഓക്കെ, അങ്ങനെ വിശപ്പ് മാറണം. അതെ ചോറ് മാത്രം കഴിച്ചിട്ട് വിശപ്പ് മാറ്റരുത്. ദിശേ, എന്നോട് പല ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെ സുമേഷേട്ടാ ഇങ്ങനെ ഇത്രയും നല്ല ബോഡി ഇതെങ്ങനെ കീപ്പ് ചെയ്യുന്നത്, അധികം വയറ് വരാതെ നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെ ഹെൽത്തി നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ പറയാൻ പറ്റില്ല, എന്നാലും ഫിസിക്കലി കാണുമ്പോൾ എങ്ങനെ ഇത്ര നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നത് ചെയ്യും. ഞാൻ പറയും, എൻ്റെ മോനെ എൻ്റെ ഓളുണ്ട് കൊണ്ട് ഒരു ആയുർവേദ ഡോക്ടറാണ്, ഡയറ്റീഷ്യനാണ്, ഓൾ തരുന്ന ഫുഡ് ഇങ്ങനത്തെയൊക്കെയാണ്, അതുകൊണ്ടാണ് എൻ്റെ ബോഡി ഇങ്ങനെയെന്ന്. അപ്പൊ നമുക്ക് കുറെ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാലോ എന്റെ ഈ ഡയറ്റ് സിസ്റ്റം? ഇല്ല, അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടാണ്
നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരാളെ പഠിച്ചതിന് ശേഷം, അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് എല്ലാവർക്കും ഇങ്ങനെ കഴിക്കാം എന്നുള്ളൊരു സിസ്റ്റം ഇല്ല. ഒരാളെ പഠിച്ചിട്ട് അയാളുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, അല്ല ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് പഠിച്ചതിന് ശേഷം അയാളുടെ ഡയറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ ഡയറ്റ് എന്നാണ് ദിശ ആയുർവേദിയിലെ ഡോക്ടർ ദിശ സുഭഷ് പറയുന്നത് അല്ലേ? ഓക്കെ. ഇത് കാണുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ ടേസ്റ്റ് ഇങ്ങനെ മോശം എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ കുറേ സ്പൈസി ആയിട്ടും അങ്ങനെയാണ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവളുടെ ഫുഡ് അത്ര ടേസ്റ്റ് പരമായിട്ട് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. എന്നാൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ചില ഗസ്റ്റുകൾ വീട്ടിലേക്ക് വരുമ്പോൾ ദിശ ലേശം എണ്ണ കൂട്ടും, അല്ല ഇതെല്ലാം കൂട്ടും, കാരണം ടേസ്റ്റിന് വേണ്ടിയിട്ട്. എനിക്ക് തരുമ്പോൾ യാതൊരു ടേസ്റ്റുകളും അങ്ങനെ ടേസ്റ്റിന് പ്രയോറിറ്റി കൊടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയും അതുപോലത്തെ പല ഘടകങ്ങളും ചേർക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം മിതമായി ചേർത്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ അല്ല. അപ്പോൾ പഴം എന്തിനാ ഈ ചോറിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത്? കഴിക്കാൻ വേണ്ടി വെച്ചതാണോ അല്ലെങ്കിൽ ഷോന് വെച്ചതാണോ? അല്ല, കഴിക്കാൻ വേണ്ടി വെച്ചതാണ്. ശരി. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരു ഫ്രൂട്ട്സ് ഏതെങ്കിലും കഴിക്കാം. അപ്പൊ ഇന്ന് പഴമാണ് നമ്മളിവിടെ ഉള്ളത്, അതുകൊണ്ട് ഞാൻ പഴം വെച്ചതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് നമ്മള് ഫ്രൂട്ട്സും നമ്മളുടെ ഈ മെയിൻ ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. ഒറ്റക്ക് വേറൊരു നേരം കഴിക്കുന്നതിലും നല്ലത്. ഇപ്പോ ഡൈജഷന്റെ പ്രോബ്ലം, പിന്നെ അസിഡിറ്റി അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നല്ലത് നമ്മളുടെ ഈ ഭക്ഷണത്തിന്റെ കൂടെ ഫ്രൂട്ട്സും കഴിക്കുക. അപ്പൊ നമ്മള് ഈ ചോറിന്റെ ഒക്കെ അളവ് ഒന്ന് കുറക്കാനും പറ്റും. അളവ് ഇപ്പൊ നമുക്ക് വിശപ്പ് മാറണമല്ലോ, അതല്ലേ ഉദ്ദേശം. അതെ. ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ചോറ് കുറക്കുമ്പോൾ വിശക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു ഫ്രൂട്ട്സും കൂടെ കഴിക്കുന്ന സമയത്ത് വലിയൊരളവിലൊന്നല്ല, അപ്പൊ വിശപ്പ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫ്രൂട്ട്സ് നമ്മൾ പച്ചക്കറിയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയനിൽ കൂടുതൽ സാധനങ്ങളും ദിശ ഈ പുഴുങ്ങിയിട്ട് അല്ലെ വേവിച്ചിട്ടാണല്ലോ കഴിക്കാൻ തരാം. പച്ചക്ക സലാഡ് പോലും തരാറില്ലല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് ആയുർവേദ പ്രകാരം നമുക്ക് വേവിച്ച പച്ചക്കറികളാണ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രൂട്ട്സ് അതിൽ പെടൂലേ? ഫ്രൂട്ട്സ് പക്ഷെ വേവിക്കേണ്ട ആവശ്യമില്ല. ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കഴിക്കുന്നത് നല്ലത്. ജ്യൂസ് ആക്കിയിട്ടോ അല്ലാണ്ട് വേറെ ഷെയ്ക്ക് പോലുള്ളതാക്കിയിട്ടോ കഴിക്കുന്നതിലും നല്ലത് ഫ്രൂട്ട് അതുപോലെ തന്നെ. ഫ്രൂട്ട് എങ്ങനെയാണ് ഉള്ളത് അതേപോലെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജ്യൂസ് ആക്കുമ്പോൾ ഷെയ്ക്ക് ആക്കുന്നതിനേക്കാളും നല്ലത് അല്ലേ? ഓക്കെ. അപ്പോൾ പച്ചക്കറി വേവിച്ചിട്ട് തന്നെ കഴിക്കുന്നതിനാണ് ഏറ്റവും ബെറ്റർ. അതുകൊണ്ടാണ് സലാഡ്സ് ഒന്നും നമുക്ക് തരാത്തത്. എന്തായാലും അനുഭവിക്കാൻ. അല്ല, ഞാനത് എടുത്തു ചോദിക്കാൻ കാരണം പല ആളുകളും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ദുബായിലുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അതാണല്ലോ നമ്മൾ വേറെ ആൾക്കാരുടെ ജീവിതശൈലി കാണാം. അപ്പോൾ അവിടുന്ന് പല ആൾക്കാരും രാത്രി ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നത് കാണാം. അപ്പൊ അത് ഭയങ്കര നമ്മുടെ മെറ്റബോളിസത്തിനെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോ ഇപ്പൊ ഒരു കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മളെ ദഹന പ്രക്രിയ സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സാലഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ. അത്ര നല്ലതല്ല. പക്ഷെ അത് കോൺട്രവേഴ്സ്യൽ ആണ്. ഇപ്പൊ മോഡേൺ കൺസെപ്റ്റ് പ്രകാരം സാലഡ് കഴിക്കുക എന്നാണ് പറയുക. പക്ഷെ നമ്മുടെ ആയുർവേദിക് ഡയറ്റിൽ പറയുന്നത് വേവിച്ച് കഴിക്കുക എന്നാണ്. ഞാൻ രണ്ടും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. ഡയറ്റീഷ്യനുമാണ്, ആയുർവേദ ഡോക്ടറുമാണ്. അപ്പോ രണ്ടിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കിയിട്ട് എന്താണ് ബെറ്റർ ആ വ്യക്തിക്ക് എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആയുർവേദം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ ദുബായിലെ സുഹൃത്തുക്കളും അതുപോലെ നാട്ടിലത്തെ സുഹൃത്തുക്കളും എല്ലാവരും രാത്രി ചോറ് വേണ്ട, തടി കുറക്കാൻ വേണ്ടിയിട്ട് സലാഡ്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒഴിവാക്കുക. കഴിക്കാം, വേവിച്ചിട്ട് കഴിക്കാം അല്ലേ? വേവിച്ചിട്ട് കഴിക്കാം. അല്ലാണ്ട് പച്ച കറുമുറു തിന്നണ്ട. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കട്ടെ.